Hi, hello everyone. Good evening all. Good evening. Welcome to Imtiaz first live animated tuition. എവിടെ ഫാത്തിമ സെരിയ? ഫാത്തിമ സെരിയ കാത്തിരുന്ന് ക്ഷീണിച്ചോ? ഒന്ന് ക്യാമറ ഓൺ ആക്കാമോ? നമ്മൾ രണ്ട് പേരെ ക്ലാസ്സിലുള്ളൂ. എനിവേ മോള് വേറെ ആർക്കും കാണില്ല, ടീച്ചർക്ക് മാത്രമേ കാണൂ. ഹായ് ഫാത്തിമ. എവിടെയാണ് ഫാത്തിമയുടെ വീട്? ഓ, മഞ്ചേരി ആണ്. മഞ്ചേരി ഏത് ഡിസ്ട്രിക്റ്റിലാ? മലപ്പുറം. ഓക്കെ. ഹേ ശ്രീബാല, ഹലോ. ക്യാമറ ഓഫ് ആക്കി പോയല്ലേ ശ്രീബാലെ? ശ്രീബാല, യെസ്, ഹിയർ ശ്രീബാല. ശ്രീബാലയുടെ വീട് എവിടെയാണ് ശ്രീബാലെ? അൺമ്യൂട്ടഡ് ആണല്ലോ, സ്റ്റക്കായി. ശ്രീബാലക്കുട്ടി സ്റ്റക്കായി. ശ്രീബാലനെ കാണുന്നില്ല. ശ്രീബാലക്ക് ടീച്ചറെ കാണുന്നുണ്ടോ? ഉണ്ടോ ശ്രീബാലെ? ഓക്കെ, ഫാത്തിമ സെറിയെ കാണുന്നുണ്ട്. ശ്രീബാല സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കണേ. ഓക്കെ ശ്രീബാല, ഇനി അവിടെ അനങ്ങുമ്പോ നമുക്ക് ചോദിക്കാം. ഓക്കെ ഫാത്തിമ സരിയ, നല്ല പേരാണല്ലോ. രണ്ടാളുടെ പേര് നല്ല രസമുണ്ട്. ശ്രീബാല, സരിയ, ഗുഡ് നെയിംസ്. ഓക്കെ, അപ്പൊ ടീച്ചർ, എന്റെ പേര് ആര്യ എന്നാണ് കേട്ടോ. മൈ നെയിം ഈസ് ആര്യ ആൻഡ് ഐ ആം യുവർ ബേസിക് സയൻസിന്റെ ട്യൂട്ടറാണ്. സയൻസ് ഇഷ്ടാണോ പഠിക്കാൻ? സയൻസ് ഇഷ്ടാണ്? ഓ, ശരിക്കും സത്യമാണ്, ശരിക്കും സയൻസ് ഇഷ്ടാണ്. ഇഷ്ടാണല്ലേ? അത് ശരി, അങ്ങനെ പറ. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ ഡൺ. ടീച്ചർ ഇപ്പൊ വിളിക്കാം മോളെ. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ സയൻസ് പഠിച്ചപ്പോ ഈസി ആയിരുന്നോ സരിയയ്ക്ക്? ഓക്കെ ശ്രീബാല, ഇപ്പൊ ടീച്ചറെ പറയുന്നത് കേൾക്കാമോ ശ്രീബാലെ? ഇപ്പൊ സെറ്റായോ? ഓക്കെ. ശ്രീബാലക്കുട്ടിയുടെ വീട് എവിടെയാണ്? എന്തോ? മുക്കം, റൈറ്റ്. മുക്കം ഏത് ഡിസ്ട്രിക്റ്റിലാന്ന് പറയാമോ? ഡിസ്ട്രിക്ട് അറിയാത്തോണ്ടാണ്. കോഴിക്കോട്. ഓക്കെ ഡൺ. ശരി, ശ്രീബാലയ്ക്ക് സയൻസ് ഒക്കെ ഇഷ്ടമാണോ പഠിക്കാൻ? കൊല്ലം മുതൽ നമുക്കൊരു ബേസിക് സയൻസ് ഉണ്ട് പഠിക്കാൻ കേട്ടോ ശ്രീബാല. ഫാത്തിമ സരിയയ്ക്കും ശ്രീബാലയ്ക്കും ഒക്കെ സയൻസ് ഇഷ്ടമാണ്. അപ്പൊ എനിവേ, ടീച്ചർ സയൻസിന്റെ ട്യൂട്ടറാണ്. അപ്പൊ സയൻസിന്റെ അകത്ത് തന്നെ ആക്ച്വലി അതിൽ കുറേ തരം സയൻസ് ഉണ്ട്. അറിയാമോ നിങ്ങൾക്ക്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, കുറെ കെമിക്കലുകളെ പറ്റി പഠിക്കുന്ന ഒരു സാധനം കെമിസ്ട്രി. പിന്നെ മാഗ്നറ്റ്സിനെ പറ്റിയും ഇലക്ട്രിസിറ്റിനെ പറ്റിയും അങ്ങനെ സോളാർ സിസ്റ്റത്തിനെ പറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഫിസിക്സ്. ഇനി അതുപോലെ തന്നെ പ്ലാന്റ്സിനെ പറ്റിയും ഹ്യൂമൻ ബോഡീനെ പറ്റിയും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് ബയോളജി. അപ്പൊ ടീച്ചർ അതിനകത്ത് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ് മക്കൾക്ക് എടുക്കുക. അത് നിങ്ങൾക്ക് അറിയില്ല, എനിവേ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇന്ന് ഞാനൊരു ചാപ്റ്റർ മുഴുവൻ അങ്ങോട്ട് എടുക്കാന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള നേരമൊക്കെ ഉണ്ടോ? വെക്കേഷൻ ആയിട്ട് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ആണോ സരിയ? ഞാൻ വിശ്വസിച്ചെന്നെ. ആരും മറ്റേ കഴുത്തിൽ കത്തിയൊക്കെ വെച്ചിട്ട് വേഗം കയറിക്കോ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കയറ്റിയതാണോ? എനിക്ക് അങ്ങനെയൊന്നുമല്ല. വീട്ടിലിരുന്ന് ബോറടിച്ചില്ല ഇത്ര ദിവസം? കുറെ ദിവസമായില്ലേ വീട്ടിലിങ്ങനെ വെറുതെ ഇന്ന് ബോറടിക്കണോ? ഇച്ചിരി നേരം പഠിച്ചൂടെ? എന്നും ദിവസം എന്തേലൊക്കെ ഒന്ന് പഠിച്ചൂടെ? അപ്പോ ടീച്ചർ എന്നൊരു ചെറിയ ടോപ്പിക് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ആ ടോപ്പിക്കിന്റെ പേര് ആസിഡ്സ് ആൻഡ് ബേസ്. സയൻസിലെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് മുഴുവൻ ഒറ്റയടിക്ക് പഠിപ്പിക്കൊന്നുമില്ല ടീച്ചർ, അതിൽ കുറച്ച് ഭാഗങ്ങളെ പഠിപ്പിക്കുള്ളൂ. Are you ready? Yes. ശ്രീബാല, are you ready? Yes, ma'am. ഓക്കെ ഡൺ. ശ്രീബാലയ്ക്ക് അപ്പൊ ക്യാമറ ഓൺ ആക്കുമ്പോൾ നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തോളൂ കേട്ടോ. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം, ടീച്ചർ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ തരണം. ഓക്കെ
ഓക്കെ. സോ ആ നോട്ട്ബുക്ക് റഫ് ബുക്ക് എടുത്ത് വേഗം എഴുതിക്കേ, ഹെഡിങ് കൊടുത്തേ ആസിഡ്സ് ആൻഡ് ബേസസ്. മുഴുവൻ നമുക്ക് പഠിപ്പിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല, കുഞ്ഞി സ്ഥാനം മാത്രം ടീച്ചർ പഠിപ്പിക്കും. വേഗം എഴുതിക്കോ ആസിഡ്സ് ആൻഡ് ബേസസ്. എഴുതിയാ? ആരാ ഫാത്തിമ സരിയുടെ അടുത്ത അമ്മയാണോ അത് ചേച്ചിയാണോ? എനിക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, ആളെ മുഖം കാണുന്നില്ല. ആരാത്? ചേച്ചിയാണ്. ചേച്ചിയുടെ സൈഡ് കണ്ടു ഞാൻ, ആരാന്ന് കണ്ടില്ല. ചേച്ചി ഫാത്തിമ സരിക്ക് കൂട്ടിരിക്കാൻ വന്നാണോ? ശരി, എഴുതി വെച്ചോ. ആസിഡ്സ് ആൻഡ് ബേസസ് ഹെഡിങ് കൊടുത്തോ? ഓക്കെ. ഇനി എന്താ ഈ ആസിഡ് എന്ന് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആസിഡ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടിട്ടുള്ളത്? അങ്ങനെ ചോദിക്കരുത്. കേട്ടിട്ടുണ്ടോ വെച്ചപ്പോ ഞാൻ വേഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആസിഡ് എന്ന് എവിടെ? ഏതൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ആസിഡ് ഒക്കെ? ആ, സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലെ, സിനിമയിൽ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ദീസ് ആസിഡ്സ് എന്ന് പറയും. ലെമൺ കണ്ടോ? നാരങ്ങ 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 എപ്പോഴും ഇങ്ങനെ എടുത്ത് കടിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല മധുര. പിന്നെ പുളി. ശ്രീബാല മ്യൂട്ട് ചെയ്യില്ലേ? അൺമ്യൂട്ട് ചെയ്ത് വെച്ച് എപ്പോഴും റിപ്ലൈ ആയിരുന്ന. നിങ്ങൾ രണ്ടാളെന്ന് ഇവിടെ ഉള്ളൂ. നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇങ്ങനെയല്ല. എനിവേ ഇവിടെ നിങ്ങൾ രണ്ടാളേ ഉള്ളൂ, എനിക്ക് ബോറടിക്കില്ലേ? അപ്പോ നാരങ്ങ കടിക്കുമ്പോ നമുക്കറിയാം നല്ല പുളിയാണെന്ന് അല്ലെ. ഈ നാരങ്ങക്ക് പുളി ടേസ്റ്റ് എവിടെന്നാ കിട്ടിയെന്നറിയോ? ആ പുളി ടേസ്റ്റ് കൊടുക്കുന്ന ആളാണ് അതിന്റെ അകത്തെ ആസിഡ്. ഓക്കെ. അപ്പൊ ആസിഡ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട്, വെരി സിമ്പിൾ ആയിട്ട് ലെറ്റ്സ് ഗിവ് ആൻ ഡെഫിനിഷൻ. എന്ത് ഡെഫിനിഷൻ? കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ് ടീച്ചർ പറഞ്ഞു തരുന്നത് ചെയ്ത കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സോർ ടേസ്റ്റ്. പുളി രുചിയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്. എന്താ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ എന്താ അറിയാമോ? ശ്രീബാലയ്ക്ക് അറിയാമോ? ശ്രീബാലെ പോയി. ശ്രീബാല മൈക്ക് മ്യൂട്ടാക്കി വെച്ചു. ശ്രീബാല അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ അറിയില്ല കേട്ടോ. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അടിച്ചിട്ടുണ്ട് മൈക്കിലായി. ക്യാമറ ഓഫ് ചെയ്തോളാൻ പറഞ്ഞത്. ശ്രീബാലേ, ശ്രീബാലേ, ശ്രീബാലേ. അപ്പൊ എവിടേക്ക് എനിക്ക് പോണേ ഇടയ്ക്കിടയ്ക്ക്? ഞാനിപ്പോ എന്താ ചോദിച്ചേ കേട്ടാ? അപ്പൊ അവിടെ ഇരിക്കട്ടാ. ഞാൻ ക്യാമറ മൈക്കൊന്നും മ്യൂട്ടേ ചെയ്യണ്ട. ടീച്ചർ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ. ഫാത്തിമ സരിയെ മൈക്കൊന്നും മ്യൂട്ട് ചെയ്യില്ല. മ്യൂട്ട് ചെയ്യണ്ട. ടീച്ചർ ചോദിക്കുന്നതിന് റിപ്ലൈ തന്നാ മതി. എന്താ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വാക്ക്? നോ. ഫാത്തിമ സരിയെ കേട്ടിട്ടില്ല. ശ്രീബാല കേട്ടിട്ടുണ്ടോ കെമിക്കൽ സബ്സ്റ്റൻസ് എന്താണ്? നോ. ആക്ച്വലി ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെയൊക്കെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ. ഈ പുളി ഉണ്ടാക്കാൻ ഈ ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ നിങ്ങൾ വെള്ളം എടുത്തു നോക്കി, വെള്ളം, അതിനൊരു കെമിക്കൽ ഫോമുലയുണ്ട്. ഓക്കെ. ഇതിനൊക്കെ ഈ കെമിക്കൽ എന്ന് പറയുന്ന കുറച്ച് ഐറ്റംസ് നമ്മുടെ ഓരോ ഫുഡ് ആയാലും, ഈ പേന ആയാലും, നമ്മുടെ ഹ്യൂമൻ ബോഡി ആയാലും, പ്ലാന്റ് ആയാലും, എന്തെടുത്ത് നോക്കിയാലും അതിന്റെ ഉള്ളിലൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ആസിഡ് ഒക്കെ കേട്ടോ. ആസിഡ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ബേസ് ഉണ്ട്, ഇനി കുറെ സോൾട്ട് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പഠിക്കുക അതില് പുളി ടേസ്റ്റ് ഉള്ള, സോർ ടേസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുക. എഴുതി വെച്ചാലോ? ഇനി ഒന്ന് വായിച്ചെഴുതൂ, പറഞ്ഞിട്ട് എഴുതു വേഗം. ചുമ്മാ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ വായിച്ചെഴുത. കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സോർ ടേസ്റ്റ്. ആസിഡ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് which have a sour taste.
എഴുതിയോ? സരി എഴുതി. ശ്രീബാല എഴുതിയോ? ശരിക്കും എഴുതിയോ? ഓക്കെ ഫൈൻ. അപ്പൊ ഈ ആസിഡ്സ് എന്ന് പറയുമ്പോ പുളിയുള്ള വേറെ ഏതൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം? പുളിയുള്ളത് കെമിക്കൽ സബ്സ്റ്റൻസ് ആസിഡാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പുളിയുള്ള വേറെ ഏതൊക്കെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം? ജസ്റ്റ് കിച്ചണിൽ തന്നെ ആലോചിക്കാം. നമുക്ക് തിന്ന് നോക്കുന്ന പുളിയുള്ള വേറെ എന്തൊക്കെ അറിയാം? സരിയാ എന്തൊക്കെ? പുളി പുളിയുണ്ട്, കറക്റ്റ് ആണ്. പിന്നെ പിന്നെ ശ്രീബാല, സരിയ, ബദ്രീഷ് ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. ബദ്രീഷിന്റെ അമ്മയാണ് കാണുന്നത്. ബദ്രീഷ് ഉണ്ടോ അമ്മ അവിടെ? അൺമ്യൂട്ട് ചെയ്യാമോ? മൈക്ക് ഓൺ ആക്കാമോ? താഴെ ഒരു മൈക്കിന്റെ സിമ്പിൾ. അതെ, ഓക്കെ. ബദ്രീഷ് ഉണ്ടോ അടുത്ത്? ഓക്കെ. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ബുക്കൊക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കൂ വേഗം ബദ്രീഷെ. ഓക്കെ. സരിയ ആൻഡ് ശ്രീബാല, വേറെ എക്സാമ്പിൾസ് പറയൂ. ഏതൊക്കെ പുളിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം? പച്ചമാങ്ങ, കറക്റ്റാ. പച്ചമാങ്ങയുണ്ട്, പുളിയുണ്ട്. അയ്യോ, എന്താ? അതെന്താ? കൽപ്പങ്ങ. ടീച്ചർ നാട്ടിൽ അതിന് വേറെ വല്ല പേരായിരിക്കും. അതിന് ഇംഗ്ലീഷ് പേര് പറയാമോ? ബിറ്റർ ഗാർഡിന് പുളിയല്ല, കയ്പ. ബിറ്റർ ഗാർഡ് ഈസ് വെരി ബിറ്റർ. കയ്പാണ് ബിറ്റർ ഗാർഡിന് കേട്ടോ. ഓക്കെ. ശ്രീബാലയുടെ കയ്യിൽ വേറെ എക്സാമ്പിൾ ഉണ്ടോ പുളിയുള്ള ആൾക്കാർക്ക്? സോൾട്ടിന് ടേസ്റ്റ്, ഉപ്പിന് ഉപ്പാണ്. പുളിയുള്ളത് എന്ത് പുളിയാ? കണ്ട. സരിയുടെ വീട് മലപ്പുറത്തായിരുന്നു അല്ലെ? മലപ്പുറത്തെ പേരല്ലേ ഇവിടുത്തെ പേര്. അപ്പൊ ടീച്ചർ തൃശ്ശൂരാ. ടീച്ചറുടെ പേര് അപ്പൊ വേറെ എന്തോ ആണ്. ഓർക്കാപ്പുളി ഇല്ല, അതെന്തൊരു പുളിയാണാവോ? ഇനി പുളി ഉണ്ടായിന് അല്ലെ? ചിലിമ്പിക്ക മീൻസ് ഇരുമ്പാമ്പുളി അല്ലെ? നമ്മുടെ അവിടുത്തെ അച്ചാറൊക്കെ ഇടുന്ന ഒരു സാധനം. അതിന് പുളിയുണ്ട്, കറക്റ്റ്. അത് ആസിഡ് ഉണ്ട്. അത് അധികം കഴിച്ചാൽ തന്നെ പ്രശ്നമാണ്. പിന്നെ ഇനിയുണ്ട് വല്ല എക്സാമ്പിള്? ബദ്രീഷിന്റെ കയ്യിൽ ഏതെങ്കിലും എക്സാമ്പിൾ എടുക്കാറുണ്ടോ പുളിയുള്ള ഐറ്റംസ്? നാരങ്ങ. യെസ്, അത് ഇറ്റ്സ് ഓൾറെഡി ഇൻ ദ സ്ക്രീൻ. ദെൻ another one. Anything else? പുളിയുള്ള ഓറഞ്ച്. കറക്റ്റ് ആണ്. ഓറഞ്ചിലെ ഫ്രൂട്ട് ഓറഞ്ച് നല്ല പുളിയാണ്. കറക്റ്റ്. ദെൻ വേറെ അറിയാമോ? തൈര്. നിങ്ങൾ തൈര് കാണാറില്ലേ? കേട് തൈര്, അത് പുളിയല്ലേ? പുളിയാണ്. പിന്നെ ടൊമാറ്റോ നിങ്ങളുടെ വീട്ടിലുണ്ടാവാറില്ല, അതിന് പുളിയില്ലേ? തക്കാളി, അതിന് പുളിയുണ്ട്. പിന്നെന്താ? വിനീഗർ. വീട്ടില് വിനീഗർ ഉണ്ടോ? വിനീഗർ അച്ചാറിലൊക്കെ ഒഴിക്കണത്? ചൊർക്ക. അതില് പുളിയില്ലേ? അതിനും പുളിയുണ്ട്. അപ്പൊ പുളിയുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഒക്കെ അകത്തുള്ള ആസിഡ് സെയിം ആണോ? പുളിയുടെ അകത്തും ഓറഞ്ചിന്റെ അകത്തും ചെറുനാരങ്ങയുടെ അകത്തും പിന്നെ എന്താണ് നമ്മളുടെ വേറെ എന്തൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്? ദെൻ വിനീഗർ അല്ലെ? വിനീഗറിന്റെ അകത്തും ഇതിന്റെ ഒക്കെ ഉള്ളിലുള്ള ആസിഡ് ഒരേ ആളാണോ? ഒരേ ആസിഡാ? നോ കേട്ടോ. ഇതിന്റെ അകത്തൊക്കെ ഉള്ള ആസിഡ്സ് ആർ ഡിഫറെന്റ്. ശ്രീബാല കേൾക്കണ്ടോ? അദ്രിത് ജോയിൻ. അദ്രിതിന്റെ അമ്മയാണെന്ന് തോന്നുന്നു അല്ലെ? അദ്രിത് അല്ലല്ലോ, നമ്മൾക്ക് ഇൻഫോം ചെയ്തിരുന്നു. അദ്രിതിന്റെ പാരന്റ് ആണ് ജോയിൻ ചെയ്യാന്ന്. അദ്രിത് ഉണ്ടോ അവിടെ?
ഓക്കെ ഫൈൻ ഫൈൻ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം ഇവരോട് മാത്രമേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ കേട്ടോ മാം. ഓക്കെ യെസ് സരിയ, സരിയ എന്താ ചോദിച്ചേ സരിയ? ആ സിനിമ കണ്ടുണ്ടോ? ഉയരെ സിനിമ കണ്ടുണ്ടോ? ആ അതിലൊരു സാധനം മോത്തിക്ക് വയ്ക്കണ്ടല്ലേ, അത് തന്നെ ആസിഡ്, സംശയമില്ല. ചില ആസിഡ്സ് അങ്ങനെ പൊള്ളിക്കുന്ന ആസിഡ്സ് ഉണ്ട്, ചില ആൾക്കാർ നമ്മൾ കണ്ട പോലത്തെ പാവം ആസിഡ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പാവം ആസിഡ്സിനെ ആദ്യം കണ്ടാലോ. വീക്ക് ആസിഡ്സ്, പാവം ആസിഡ്സ് മീൻസ് വീക്ക് ആസിഡ്സ്. എന്താ മക്കളെ? വീക്ക്. ബദ്രീഷ ശ്രദ്ധിക്കണ്ട. ബദ്രീഷേ ഹലോ ഹലോ. യെസ് ഉണ്ട്. ശ്രീബാല അപ്പൊ ഇത് എഴുതി വെച്ചോ? ബദ്രീഷ് ഇത് എഴുതി വെച്ചോ? ഹെഡിങ് എഴുതി വെച്ചേ. ആസിഡ്സ് ആണ് നമ്മൾ പറയണേ. അപ്പൊ ആസിഡ്സിന്റെ വേഗം എഴുതി വെച്ചേ. ആസിഡ്സ് എന്ന് പറയുന്നത് the chemical substances which have a sour taste, പുളി രുചിയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പൊ ആസിഡ് എന്ന് പറഞ്ഞാൽ പുളിയുള്ള എല്ലാത്തിലും ഒരേ ആസിഡ് ആണോ? അല്ല. ഇനി അവരുടെ പേരാണ് നമ്മൾ പഠിക്കാൻ പോണേ. അതിന് കുറച്ച് പാവം ആസിഡ്സിനെ ആദ്യം പഠിക്കും, കുറച്ച് വില്ലന്മാരായിട്ടുള്ള ആസിഡ്സിനെ നമ്മൾ നെക്സ്റ്റ് പഠിക്കും. ഓക്കെ, ആദ്യം പാവങ്ങളെ പഠിക്കാം. റെഡി അല്ലേ? സെറ്റ്. ബദ്രീഷ് എഴുതിയോ? ഡൺ. ഗുഡ്. സോ ഗൈസ്, നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ? വിനിഗർ, ഓറഞ്ച്, ലെമൺ, ടാമറിൻഡ്, ടൊമാറ്റോ, കേർഡ്, ലാസ്റ്റ് ഒരു ഉറുമ്പും കൂടി ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മക്കളെ. വിനീഗർ, സൊർക്ക അല്ലെ? നേരത്തെ സരിയ പറഞ്ഞ സൊർക്ക. നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്താ പേര്? വിനിഗർ തന്നെയാണോ? സൊർക്കയാണോ? ചൊർക്കയാണോ? ചൊർക്ക. ഓക്കെ, ബദ്രീഷിന്റെ വീട് എവിടെയാ ചോദിച്ചില്ല. ബദ്രീഷിന്റെ വീട് എവിടെയാ? ആലുവ, എറണാകുളത്താണ്. ഓക്കെ ഫൈൻ. അപ്പൊ വിനീഗറിന്റെ അകത്ത്, വിനീഗറിന് പുളി കൊടുക്കുന്ന ആസിഡിന്റെ പേരാണ് മക്കളെ അസെറ്റിക് ആസിഡ്. എന്താ പേര്? അസെറ്റിക് ആസിഡ്. പറഞ്ഞിട്ട് എഴുതൂ, പറഞ്ഞിട്ട് എഴുതൂ. ശ്രീബാല പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. എനിക്കിവിടെ സൗണ്ട് കേൾക്കണേ. ക്യാമറ ഓഫ് ആക്കിയതൊക്കെ റെഡി, തൽക്കാലം പറയണ കേൾക്കണം. എഴുത്. വിനീഗറിന്റെ അകത്ത് ആസിഡ് ഏതാ? അസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡ്. ഗുഡ് ഗുഡ്. നെക്സ്റ്റ് നമ്മളുടെ ലെമൺ. നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് ലെമൺ, ഓറഞ്ച് ഒക്കെ അല്ലെ? ബദ്രീഷ് ആണ് അത് പറഞ്ഞത്. അപ്പൊ നോക്കിയേ, ഈ ഓറഞ്ച്, ലെമൺ, മുസംബി, ലൈമ് ഇങ്ങനെയുള്ള ഒരു നമ്മൾ വിചാരിക്കും ലെമണും ലൈമും ഒന്നാണ്. ഒന്നല്ല, അത് രണ്ട് സാധനങ്ങളാണ്. അപ്പൊ ഈ ലെമണും ലൈമും മുസംബിയും ഓറഞ്ചും ഇതിന്റെ ഒക്കെ അകത്തുള്ള ആസിഡ് സെയിം ആണ്. ഓക്കെ, ഓറഞ്ചിന്റെ അകത്തും ലെമണിന്റെ അകത്തും ഒക്കെയുള്ള ആസിഡ് സെയിം ആണ്. ആൻഡ് ദ ആസിഡ് ഈസ് നോൺ ആസ് സിട്രിക് ആസിഡ്. എന്താ പേര്? ഉറക്കെ പറ, എല്ലാരും പറ. സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. ഗുഡ് ഗുഡ്. സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. ഈ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ചില സ്ഥലങ്ങളിൽ അതിന്റെ സെക്ഷൻ ഇവരുള്ള ഓറഞ്ച്, ലെമൺ, മുസംബി ഇവരൊക്കെ ചേർത്ത് ചിലപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും സിട്രസ്. സിട്രസ് ഫ്രൂട്ട്സ്. ഇവരെ നമ്മൾ അങ്ങനെ പറയാ. എന്താ പറയാ? സിട്രസ് ഫ്രൂട്ട്സ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇതിന്റെ അകത്തൊക്കെ സിട്രിക് ആസിഡ് ഉണ്ട്. എഴുതി വെച്ചോ ശ്രീബാല, ഫാത്തിമ, സരിയ, ബദ്രീഷ്? ഓൾ ഡൺ. പെർഫെക്റ്റ്. ഡൺ. ടാമറിൻഡ്, പുളിയുള്ള പുളി അല്ലെ? പുളി പുളി പുളി. നിങ്ങളുടെ നാട്ടിൽ പുളി തന്നെയാണോ ഈ സാധനം? ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം നിങ്ങളുടെ നാട്ടിൽ പുളിയാണോ? അപ്പോ ടാമറിന്റെ അകത്ത് ആസിഡിന്റെ പേര് മക്കളെ, അത് ആ പേരുമായി കണക്ഷൻ ഉള്ള വേറൊരു പേരാണ് ടാർട്ടാറിക് ആസിഡ്. എന്താ പേര്? ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ്. ശ്രീബാല മൈക്ക് മ്യൂട്ട് ആക്കിയല്ലോ പിന്നെയും.
ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ്. അപ്പൊ ടാമറിന്റെ പുളിയുടെ അകത്തുള്ള ആസിഡ് ആണ്. Excuse me. യെസ്, Excuse me, miss. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അയ്യോ, അദ്രിതിന്റെ അമ്മയാണ് അല്ലെ? ചോദിച്ചോളൂ. ഇപ്പൊ മറ്റൊരു ബോർഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ജോയിൻ ചെയ്യാം. ഒന്ന് ചിലപ്പോ ഇപ്പൊ ജോയിൻ ചെയ്യുവേ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ, ശരി. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ടാമറിന്റെ ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ്. ഇനി ടൊമാറ്റോ, തക്കാളി. തക്കാളിയുടെ അകത്തെ ആസിഡ് ടൊമാറ്റോ. ഓക്സാലിക് ആസിഡ്. എന്താ പേര്? ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എഴുതി വെക്കും. ഓക്സാലിക് ആസിഡ്. എഴുതിയോ? ടൊമാറ്റോയുടെ അകത്ത് ആസിഡ് ഓക്സാലിക് ആസിഡ്. ഇനി കേർഡ്, തൈരിന്റെ അകത്ത് ആസിഡ് ബദരീഷ്. കറക്റ്റ്. ലാക്റ്റിക് ആസിഡ്. എന്താ? ലാക്റ്റിക് ആസിഡ്. അതായത് ഈ പാലിൽ നല്ലേ തൈര് ഉണ്ടാക്കണേ നമ്മള്. ഈ പാലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് ലാക്ടോമീറ്റർ, ലാക്ടോസ് പൗഡർ. അപ്പൊ ഈ തൈരിന്റെ അകത്ത് ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. എഴുതി വെച്ചോ? പറഞ്ഞെഴുതിയോ? എല്ലാവരും പറഞ്ഞെഴുതിയില്ലല്ലോ. ലാക്റ്റിക് ആസിഡ്. ഇനി ലാസ്റ്റ് ടീച്ചർ ഒരു പുളിയാണോ, ഉറുമ്പിനെ നമ്മളാരും തിന്നു നോക്കിയിട്ടില്ല അല്ലെ, ഉറുമ്പിന് പുളി ഉണ്ടോന്ന്. അപ്പൊ പക്ഷെ ഈ ഉറുമ്പിന്റെ അവസ്ഥ, നിങ്ങൾ ഉറുമ്പ് കടിക്കുന്ന കഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറുമ്പ് കടിച്ച, ഉറുമ്പിന് ഇത്ര വലിയ പല്ലും നാക്കൊക്കെ ഉണ്ടാ കടിച്ചു പറിക്കാനായിട്ട്? ഉണ്ടാ? ഇല്ല. ഒരു അച്ചിരിക്കോളം ഒരു വായും അതിനെക്കാൻ്റെ ഉള്ളിരിക്കണ എന്തോ സാധനമാണ് അതിന്റെ വായിലുള്ളത്. ബട്ട് ഉറുമ്പ് കടിച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലേ? ചൊറിയും, ഇറിറ്റേഷൻ എടുക്കും, വേദന എടുക്കും അല്ലേ? എങ്ങനെയാ ഉറുമ്പ് ആ കാര്യം സാധിക്കുന്നേ? സിമ്പിൾ ആണ്. ഉറുമ്പ് എന്ത് ചെയ്യുന്നറിയോ? കടിക്കുമ്പോ ഒരു ആസിഡ് അങ്ങ് കുത്തിവെക്കും നമ്മുടെ മേത്തേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ആ ഇറിറ്റേഷൻ, ചൊറിച്ചില്, വേദന ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഇറ്റ്സ് ബിക്കോസ് ആ ആസിഡ് കാരനാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആസിഡിന്റെ പേരെന്താ? ഇറ്റ് ഈസ് മെത്തനോയിക് ആസിഡ് അഥവാ ഫോമിക് ആസിഡ്. എഴുതി വെക്കൂ, ഫോമിക് ആസിഡ്. എഴുതി വെക്കാമോ? ഫോമിക് ആസിഡ്. ഫോമിക്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, മെത്തനോയിക് ആസിഡ് എന്നൊക്കെ. പിന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേര്, രജിസ്റ്റർ ചെയ്യുന്ന പേര് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പേരാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഫോമിക് ആസിഡ് പഠിക്കാം. ശ്രീബാല എഴുതിയോ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്ക്, വീടിന്റെ കിച്ചൺ എടുത്ത് നോക്കിയാൽ ഫുൾ ആസിഡാ അല്ലെ? പിന്നെ എങ്ങനെ ആൾക്കാർക്ക് അസിഡിറ്റി വരാതിരിക്കും? ഫുൾ ആസിഡാ. വിനീഗറിൽ ആസിഡ്, ഓറഞ്ചിലും ലെമണിലും ആസിഡ്, ടാമറിൻഡ്, ടൊമാറ്റോ, കേർഡ്, ഇനി ഗൂസ്ബെറി, ഇരുമ്പാമ്പുളി, പിന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞേ? മാങ്ങ, പച്ചമാങ്ങ, എല്ലാരും ആസിഡ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആസിഡ് ഉണ്ട്. ഇത് ഓൾ കണ്ടന്റ് ആസിഡ്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചെണ്ണം പഠിച്ചു വെക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയോ ഇതൊക്കെ? Perfect. Good. Show me a thumbs up in the screen. കാണിക്കും. Done. Good. അപ്പൊ വിനീഗർ, ഓറഞ്ച് ആൻഡ് ലെമൺ, ടാമറിൻ, ടൊമാറ്റോ, കേർഡ് ആൻഡ് സ്റ്റിംഗ്. ഒരു 5 times ഇപ്പൊ എഴുതിയതൊന്ന് വായിച്ചേ. ഇപ്പൊ എഴുതിയത് 5 വട്ടം വായിക്കണം. എല്ലാവരും വായിക്കണം. വായിക്കൂ. ലാക്റ്റിക് അതെങ്ങനെ വായിച്ച? അസെറ്റിക് ആസിഡ്, വിനീഗർ. Orange and lemon. Citric acid. Citric acid. Tamarind. Citric acid. Tartaric acid.
സയൻസ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതേ തംസ് അപ്പ് തരണം, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണം സ്ക്രീനിൽ. പെർഫെക്റ്റ്. ശ്രീബാല കഴിഞ്ഞോ? ശ്രീബാല, ശ്രീബാലക്കുട്ടി കേൾക്കുന്നുണ്ടോ? ഹലോ, 5 വട്ടം വായിച്ചു പഠിച്ചോ? ഓക്കെ, 1 more time വായിക്കൂട്ടോ. എല്ലാരും 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം, ശ്രീബാലയും കൂടെ വായിച്ചു കഴിയട്ടോ. അതുവരെ നിങ്ങൾ നോക്കിക്കോ, നോക്കി വായിച്ചോ, കുഴപ്പമൊന്നുമില്ല, പഠിക്കട്ടെ അപ്പൊ തന്നെ. ശ്രീബാലക്കുട്ടി കഴിയുമ്പോ പറയണം കേട്ടോ. ഓവർ, ഡൺ, സെറ്റ്, ഓൾ ഡൺ. സോ ഗൈസ്, നമ്മൾ ഇപ്പൊ പഠിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു പാവം പിടിച്ച കുറച്ച് ആസിഡ് ആണ് അല്ലെ. നേരത്തെ നമ്മുടെ സറിയ ചോദിച്ച പോലെ മോത്തിക്ക് ഒഴിക്കുമ്പോ പൊള്ളിയ ആസിഡ് ഒന്നുമല്ല. ഇതൊക്കെ കഴിക്കുമ്പോ പൊള്ളുന്നുണ്ടെങ്കിൽ ഇതൊന്നും തിന്നാൻ പറ്റുമോ നമുക്ക്? ഇല്ല. സോ ദീസ് ആർ വീക്ക് ആസിഡ്സ്. എന്താ മക്കളെ? വീക്ക് ആസിഡ്സ്, പാവം പിടിച്ച വീക്ക് ആസിഡ്സ് ആണ് ഇവരെല്ലാം ഇപ്പൊ നമ്മൾ പഠിച്ചവരൊക്കെ. ഇനി 1-2 സ്ട്രോങ് ആസിഡിന്റെ പേര് പഠിച്ചാലോ? അതായത് മോത്തിക്ക് ഒഴിക്കുമ്പോ പൊള്ളണ ആസിഡ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു 2 ആളെ പഠിച്ചാലോ? സ്ട്രോങ് ആയിട്ടുള്ള. ഓക്കെ, സ്ട്രോങ് ആസിഡ് 2 എണ്ണം പഠിച്ചാൽ മതി. ഒന്ന് സൾഫ്യൂരിക് ആസിഡ്. എന്താ പേര്? Sulfuric acid. It is also known as king of chemicals. കെമിക്കൽസിന്റെ കിങ് ആണ് സൾഫ്യൂരിക് ആസിഡ്. അത്ര വലിയ കെമിക്കൽ ആണ്. അപ്പൊ അത് തട്ടിയാൽ, നമ്മുടെ മേലൊക്കെ തട്ടിയാ പൊള്ളി തവിട് പൊടിയാവും. ഒരെണ്ണം കൂടിയുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്തു. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് അഥവാ അതൊരെണ്ണം. രണ്ടാമത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓൾ സെറ്റ്, പെർഫെക്റ്റ്, ഡൺ. ശ്രീബാല എഴുതിയോ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ ആസിഡ്സിൽ കുറെ എക്സാമ്പിൾസ് ഇപ്പൊ കണ്ടു അല്ലെ. അസെറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, പിന്നെ ഫോമിക് ആസിഡ്, സിട്രിക് ആസിഡ്, അങ്ങനെ കുറെ പാവം പിടിച്ച ആസിഡ്സിനെയും കണ്ടു. സ്ട്രോങ് ആയിട്ടുള്ള മേത്ത് വീണ പൊള്ളുന്ന കുറച്ച് ആസിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ ഹസാർഡസ്. അവർ ഭയങ്കര ഡേഞ്ചർ ആണ്, ഭയങ്കര അപകടമാണ്. അത് തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവുന്ന ഈ ഫുഡ് ഐറ്റംസ് തന്നെ നിങ്ങൾ നോക്കുക. കുറച്ചധികം ലെമൺ ഒക്കെ നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറിന് പ്രശ്നമാവും. വിനീഗർ കുറച്ച് അധികം എടുത്ത് കുടിച്ചാൽ വയറിന് പ്രശ്നമാവൂലേ. അപ്പൊ വീക്ക് ആണെങ്കിലും അവരെ കുറെ കഴിക്കാൻ പാടില്ല. അതാണ് നമ്മളുടെ പാരന്റ്സ് ഒക്കെ പറയില്ലേ, അച്ചാറൊന്നും കുറെ എടുത്ത് കഴിക്കല്ലേ എന്ന് പറയില്ലേ നിങ്ങളുടെ അടുത്ത്? എന്തുകൊണ്ടാ? അതിനകത്ത് ആസിഡാ അല്ലെ. അച്ചാർ പുളിയുള്ളതാണ് നമ്മൾ എപ്പോഴും ഇടുക, അതിനകത്ത് ആസിഡാ. ആ ആസിഡ് കുറെ കഴിച്ചാൽ വയറ് പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് കുറച്ചേശ്ശെ കഴിക്കാൻ. ഓക്കെ, ഇത് അത് ആ ആസിഡ്സ്. ഇനി ഇവര് സ്ട്രോങ് ആണ്, ഇവരെ കഴിക്കാൻ പോയിട്ട് തൊടാൻ പോലും
പാടില്ല. കൈ പൊള്ളി പരിവാകും. അതാണ് ഈ ആസിഡ്സിന്റെ പ്രത്യേകത. അപ്പൊ ടീച്ചർ ഇന്നിനി ബേസും കൂടെ പഠിപ്പിക്കണില്ല. വെക്കേഷൻ ക്ലാസ് ആയിട്ട് കയറി ഇരുന്നിട്ട് ഇനി ഇവിടെ ഇന്ന് ഇപ്പൊ മുഴുവൻ പഠിപ്പിച്ചോന്ന് തോന്നണ്ട. അപ്പൊ ടീച്ചർ ഒരു ചെറിയ ടോപ്പിക് ഇന്ന് എടുത്തത് എന്താ ആസിഡ് എന്ന് അല്ലെ. മനസ്സിലായോ എന്താ ആസിഡ് എന്ന്? ശ്രീബാലക്കുട്ടിക്ക് എന്താ മനസ്സിലായോ എന്താ ആസിഡ് എന്ന്? ശ്രീബാലെ ആ എന്താന്ന് ചോദിച്ചാൽ ശ്രീബാല ഇപ്പൊ എന്ത് പറയും? കെമിക്കൽ സബ്സ്റ്റൻസ്. എല്ലാ കെമിക്കൽ സബ്സ്റ്റൻസും ആസിഡ് ആണോ? ആ എങ്ങനത്തെ ആളാ? വീക്കും സ്ട്രോങ് ഉണ്ട്. അത് അടിച്ചു ചോദിച്ച കെമിക്കൽ സബ്സ്റ്റൻസ് പലതരമുണ്ട്. അതില് ഒരു 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 ക്യാരക്ടറും കൂടി ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കുള്ളൂ. ബദ്രീഷേ എങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുക? കെമിക്കൽ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? അവർക്ക് എന്ത് വേണം? അസിഡ്. തെറ്റിച്ചു. പോയി. ബദ്രീഷ ശ്രീബാലക്ക് ശ്രദ്ധിച്ചേ. വെറുതെ കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് കാര്യമുണ്ടോ? കുറെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് നാട്ടില്. അതില് ആസിഡ് ആവണമെങ്കിൽ എന്ത് വേണം? അവർക്ക് പുളി സോർ ടേസ്റ്റ് വേണം. സോർ ടേസ്റ്റ്. അവരെ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആസിഡ് എന്ന് വിളിക്കുക. സെറ്റ് അല്ലേ? ഡൺ. ഓൾ ഡൺ. പെർഫെക്റ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. ബദ്രീഷ കിട്ടിയോ? ഇനി തെറ്റിക്കോ? നോ. ശ്രീബാലയോ? ശ്രീബാലേ ആ ഇനി തെറ്റിക്കുവോ? നോ. ഗുഡ്. സോ ഗൈസ് എല്ലാവരും നിങ്ങളുടെ പാരന്റ്സിനെ ഒന്ന് വിളിക്കൂ. അദ്രിതിന്റെ അമ്മ അദ്രിത ജോയിൻ ചെയ്തില്ലല്ലോ. അദ്രിതിന്റെ അമ്മ ഉണ്ടോ അവിടെ? ഹലോ അദ്രിതിന്റെ അമ്മേ. എനിവേ ബദ്രീഷിന്റെ അമ്മ ഉണ്ട് അവിടെ. സരിയ ഒന്ന് അമ്മ ഒരു മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് അമ്മ ഒരു വെയിറ്റ് ചെയ്യാൻ. സരിയയുടെ അമ്മയും ശ്രീബാലയുടെ അമ്മയും വരുമോ? ഒന്ന് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേഗം പോവാൻ വിടാം ടീച്ചർ. അല്ലെങ്കിൽ ബദ്രീഷിന്റെ അമ്മ വെയിറ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇവരെ അടുത്ത വർഷത്തെ ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഈ വർഷത്തെ വെക്കേഷൻ ക്ലാസ്സും കൂടി ഉണ്ട് അവർക്ക്. അപ്പൊ നമ്മളുടെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട്. അദ്രിത വന്നോ? അത് ശരി, നീ ക്ലാസ് കഴിഞ്ഞുള്ളടാ. ഒന്ന് ക്യാമറ ഓൺ ആക്കാമോ? സോറി മിസ്സേ, അത് ഞാൻ വീഡിയോ അവന് കിട്ടാനിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവനെ കാണിച്ചു കൊടുക്കാണ്. ആണോ? ഓക്കെ. അവൻ കണ്ടിരുന്നോ? നമ്മള് ക്ലാസ് എടുത്ത അവൻ കണ്ടിരുന്നോ? ഇല്ല കണ്ടില്ല. ഇപ്പോഴാണ് കേറിയത് അല്ലെ? ഒന്ന് ക്യാമറ ഓൺ ആക്കാമോ? അമ്മ ഒന്ന് ക്യാമറ ഓൺ ആക്കാമോ? കുഴപ്പമില്ല. നമ്മൾ ഇതില് ഫോക്കസ് മോഡിലാ. നിങ്ങളെ പരസ്പരം വേറെ ആർക്കും കാണില്ല, നമുക്ക് മാത്രമേ കാണുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ അവന് ക്ലാസ് കാണിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. എന്ന് വെച്ചാല് ഓൾറെഡി മൺഡേ ഒരു അദ്രിതേ ഹലോ ഓക്കെ അദ്രിത് അദ്രിതേ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇനി മോന് ഒരു ക്ലാസ്സും കൂടി ട്രയൽ ക്ലാസ്സിൽ കേറാം. ഇന്നിപ്പോ ടീച്ചറുടെ സയൻസ് ക്ലാസ് ആയിരുന്നു. ഇനി ഒരു മാത്സ് ക്ലാസ്സിലും കൂടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് അതല്ലെങ്കിൽ മോൻ ഇതിന്റെ ലിങ്ക് മേടിച്ച് കാണണമെങ്കിൽ ലിങ്കും മേടിച്ച് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ അദ്രിതിന്റെ അമ്മ കേട്ടോ? അങ്ങനെയാണെങ്കിലും വേണമെങ്കിൽ കാണിപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ 2 ക്ലാസ്സും കൂടെ കേൾക്കോളൂ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ മോനെ കയറ്റാൻ പറ്റിയെങ്കിൽ കേട്ടാ കേട്ടോ. നമുക്ക് ട്രയൽ ഇവിടെ സൺഡേ ഉണ്ടാവില്ലേ, മൺഡേ തൊട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളെ എല്ലാ പാരന്റ്സിനോടും പറയാനുള്ളത്, നമ്മള് വെക്കേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അധികം ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഏപ്രിൽ അറിയാലോ, വിഷു, ഈസ്റ്റർ, അങ്ങനെ പല പല മുടക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലങ്ങനെ കുറെ ലീവുകൾ വന്നിട്ടുണ്ട്. എനിവേ ഇനി അങ്ങനെയല്ല. ഇനി നമുക്ക് ശരിക്കുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഡെയിലി റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. മാത്സ് ഒക്കെ നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇവർക്ക് എങ്ങനെയാണ് മാത്സ് ഒക്കെ പൊതുവെ ഈസി ആണോ? സരിയ, ബദ്രീഷ് എങ്ങനെയാണ്? മാത്സ് ഇഷ്ടമാണ് അല്ലെ ബദ്രീഷിന്? ഗുഡ് ഗുഡ്. സരിയോ?
കുഴപ്പമില്ല, കുഴപ്പമാണ് മെയിൻ. കുഴപ്പമില്ല, ശരി ശരി. അപ്പൊ ഇനി കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ലെങ്കിലും കുഴപ്പമൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഓൾറെഡി വെക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ട്. വെക്കേഷൻ നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അത് ഇംഗ്ലീഷിനും ഹിന്ദിക്കും അതുപോലെ മാത്സിനും ആണ് കൊടുക്കുന്നത്. അപ്പൊ അവര് നമ്മളുടെ അടുത്ത വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അവരൊന്ന് ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. അതും നമുക്ക് ഡെയിലി ക്ലാസ് ഒന്നും ഇല്ല. ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെ ക്ലാസ് ഉള്ളൂ. ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല, അങ്ങനെയാണ്. ജസ്റ്റ് 1 hour, 1 മണിക്കൂറിന്റെ സെഷനും ആണ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ജോയിൻ ചെയ്യാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ ചെയ്യാം. ഒരുപാട് ലാഗ് ആക്കാതെ ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കുക. പിന്നെ വെക്കേഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ സെഷനുകൾ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പൂവുണ്ടാക്കാനും ചെറിയ ചെറിയ സെഷൻസ് ഒക്കെ നമ്മൾ അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനി മെയ് മുതൽ നമ്മളുടെ വേദിക് മാത്സും ബേസിക് മാത്സും സ്റ്റാർട്ട് ചെയ്യാണ്. വേദിക് മാത്സ് ഉദ്ദേശിക്കുന്നത് മാത്സിന്റെ ട്രിക്സ് ആണ്. കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. അതുപോലെ ബേസിക് മാത്സും ഉണ്ട്. അപ്പൊ അതൊക്കെ മക്കൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, പുറത്ത് നമ്മൾ അത്യാവശ്യം വേറെ പേയ്മെന്റ് കൊടുത്ത് പഠിക്കേണ്ട കോഴ്സാണ് നമ്മൾ വെക്കേഷന് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇവർക്ക് ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഗ് ആക്കാതെ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്താൽ ഈ ക്ലാസ്സുകളും കൂടെ അതിന്റെ കൂടെ കിട്ടും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, അടുത്ത വർഷം നമ്മൾക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു 1 ഇയറിന്റെ ഒരു സർട്ടിഫൈഡ് കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയാ, ട്യൂഷൻ മാത്രം അല്ല, അതിന്റെ കൂടെ തന്നെ ഇവർക്കൊരു AI കോഴ്സ്, സർട്ടിഫൈഡ് കോഴ്സ് ആണ്, സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. ആ AI കോഴ്സും നമ്മൾ ഇതിന്റെ കൂടെ കുട്ടികൾക്ക് ഇവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. നമുക്കറിയാലോ, ഇപ്പൊ AI ഒക്കെ എല്ലാ മേഖലകളിലും ഉണ്ട്. CBSE ഒക്കെ ഓൾറെഡി അതിന്റെ കരിക്കുലത്തിന്റെ പാർട്ടാണ് അടുത്ത വർഷം മുതൽ. അപ്പൊ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടാത്തത് കൊണ്ടാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് നമ്മൾ ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. AI അത് ഫ്രീ ആണ്, വേറെ പൈസ ഒന്നും അടയ്ക്കണ്ട. ട്യൂഷന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരന്റ്സിനെയും കൂടെ വിളിച്ചത്. അത് ഇവരോട്, കുഞ്ഞുമക്കളല്ലേ, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതാണ്. ഓക്കെ, ദെൻ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് എടുത്തേല്? സരിയ, ബദ്രീഷ്, അദ്രിത് കേട്ടിട്ടില്ല ക്ലാസ്. ശ്രീബാല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോ? ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? അദ്രിതിന്റെ അമ്മ, അദ്രിത് അമ്മയുണ്ട് അവിടെ? ഓക്കെ, അല്ല ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ മോൻ ഇനിയും ട്രയൽ ക്ലാസ് കിട്ടും കേട്ടോ. അതാ നമ്മളെ വിളിക്കുന്ന ആൾക്കാർ അവരോട് പറഞ്ഞാൽ മതി, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ശരി ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ സീ യു ഗൈസ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.